السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹിതന്മാരെ, 106ാമത്തെ ജംഇന്റെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രവേശനം. അതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിന് 1000 സ്തുതികൾ. അൽഹംദുലില്ലാഹ് അൽഫമറ. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ ചർച്ച കറാമാത്തുൽ ഔലിയായി, ഔലിയാക്കളുടെ കറാമത്തുകളെ കുറിച്ചാണ്. അപ്പൊ കറാമാത്തുൽ ഔലിയായി, ഔലിയാക്കളുടെ കറാമത്ത് ഹഖുൻ, യഥാർത്ഥമാണ്. ഖാല ഖുശൈരി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ യന്തകൂന ഇലാ നഹി വലദിൻ ദൂന വാലിദിൻ. പിതാവില്ലാതെ ഒരു കുട്ടി ഉണ്ടാവുക പോലത്തതിലേക്ക് അവിടെ കറാമത്ത് അറ്റമാവുകയില്ല. വല നുകഫിറു, അത് വേറൊരു വിഷയം. ഇനി ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് യഥാർത്ഥമാണ്. ആരാണ് ഔലിയാക്കൾ? കാണുന്നവരൊക്കെ ഔലിയാക്കളാ? എല്ലാവരെയും ഔലിയാക്കളാൻ പറ്റുമോ? മോമിനികളൊക്കെ അള്ളാന്റെ ഔലിയാക്കളാന്ന് പറയാം. പക്ഷേ യഥാർത്ഥ ഔലിയാവണമെങ്കിൽ എന്ത് വേണം? അത് നമുക്കൊന്ന് പരിശോധിക്കുക. വഹുമുൽ ആരിഫൂന ബില്ലാഹി തആല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് അറിയുന്നവരാണ്. ഹസ്ബമാ യുംകിനുൽ മുവാളിബൂന അല ത്വാഅതി. അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യലിന്റെ മേൽ പതിവാക്കുവാൻ കഴിയുന്നവർ സ്ഥിതി അനുസരിച്ച്, എത്ര കണ്ടാണോ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുക, അതിനനുസരിച്ച് അള്ളാഹിനെ കുറിച്ച് അവർ അറിയും. അൽ മുജ്തനിബൂന അൽ മആസി, എല്ലാ തെറ്റുകളും, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളെയും ദൂരീകരിക്കുന്നവരുമായ. അൽ മുഅരിദൂന അനിൽ ഇൻഹിമാകി ബിദ്ദാതി വസ്ഫിൽ ലദ്ദാതി വശഹവാതി, സർവ്വവിധ രസങ്ങളിലും അതുപോലെ വികാരങ്ങളിലും മുഖം കുത്തി വീഴലിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ദൂരീകരിക്കുന്ന, അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിന്റെ മേലും കഴിവതും പരമാവധി പതിവാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം അനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു തആലയെ അവരറിയുന്നവരാണ്. അങ്ങനെ അറിയുന്നവരാണ് അള്ളാന്റെ ഔലിയാക്കളെ. ഹഖുൻ എന്ന് പറഞ്ഞാൽ ജായിസത്തും വാഖിഅത്തുൻ, ആ കറാമത്ത് ഉണ്ടാവാൻ പറ്റുന്നതും അങ്ങനെ സംഭവിച്ചതുമാണ്. ബുദ്ധിപരമായിട്ട് പറ്റുന്നതാണെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് ലാഹിറിലെ. ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ജറയാനി നീൽ, നൈൽ നദിയെ നടത്തും പോലെ. ബി കിതാബി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ എഴുത്ത് മുഖാന്തരം. മഹാനായ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അംർ ഇബ്നു ആസിയാണെന്ന് തോന്നുന്നു, അന്നത്തെ ഗവർണർ മഹാനവറുകൾ. നൈൽ നദിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു, വർഷത്തിലൊരിക്കലും സുന്ദരിയെ കൊടുക്കണം, എല്ലാവിധം ആനയിച്ചുകൊണ്ടും അണിയിച്ചുകൊണ്ടും കൊടുക്കണം. അങ്ങനെ പതിവായിരുന്നു നൈൽ നദീ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ള ഒരു ആചാരം. ആ ആചാരം പോലെ നൈൽ നദി കീഴ്പോട്ടൊഴുകാതെ ഏന്തി നിൽക്കുമ്പോൾ ഒരു റാണിയെ അതിലേക്ക് ഇടുവാനുള്ള തീരുമാനം, ആ തീരുമാനം മാറ്റിയിട്ട് അതൊന്നും ഇല്ലാതെയാക്കുവാനുള്ള തീരുമാനം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അള്ളാഹുവിന്റെ വലിയായി ജീവിച്ച അന്നത്തെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു എഴുത്ത് വിട്ടു. തിരിച്ചിങ്ങോട്ട് എഴുത്ത് കൊടുത്തു. ആ എഴുത്ത് ഇടാൻ പറഞ്ഞു. ആ എഴുത്തിന്റെ മുഖാന്തരം അതിലെഴുതിയല്ലപ്പോഴേ, നീ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ നീ എഴുത്ത് അള്ളാഹിനനുസരിച്ച് കീഴ്പോട്ട് ഒഴുകണം, ഇല്ല ഇങ്ങനെ ഒഴുകണ്ടാവാം. ഇങ്ങനെയുള്ളതായ അർത്ഥം വരുന്ന ലെറ്റർ എഴുത്ത് കൊടുത്തുവിട്ടു. അത് ഇടലിട്ടു. അങ്ങനെ ഇട്ടപ്പോൾ ആ പുഴ കീഴ്പോട്ടൊഴുകി. ഇന്നും അങ്ങനെ തന്നെ ആ ആചാരം ഇല്ലാതെയാക്കി പുഴ കീഴ്പോട്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തല്ലേ സംഭവിച്ചതാണ്. വറുഇയതിഹി, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാണും പോലെ. വഹുവ മിമ്പർ ബിൽ മദീന, മദീനയുടെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആരെ കണ്ടു? ജയ്ഷു നഹാവന്ത്. നഹാവന്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ടൊരു പറഞ്ഞയച്ച ആ സേനയെ കണ്ടു. ഹത്താ ഖാലൽ അമീർ, ഹത്താ ഖാല, എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലി അമീരിൽ ജയ്ഷ്, ആ ജയ്സിനെ നയിക്കുന്ന പടനായകനായ സാരിയ, ആ സാരിയോട് പറയുണ്ടായി, ആ സാരിയ അൽ ജബൽ ജബൽ,
പർവ്വതത്തെ സൂക്ഷിച്ചോ സാരിയ എന്നുള്ളൊരു വിളി മദീനയിൽ നിന്നുകൊണ്ട് മഹാനവറുകൾ കണ്ടുകൊണ്ട് വിളിക്കുകയാണ്. മുഹദിറൻ ലഹു, ബഹുമാനപ്പെട്ട സാരിയ അവർകളെ പേടിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. മിൻ വറായിൽ ജബൽ, പർവ്വതത്തിന്റെ അപ്പുറത്ത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ലികമിനൽ അദുവി ഹുനാക, പർവ്വതത്തിന്റെ അപ്പുറത്ത് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന വിവരം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ് നേർക്കുനേരെ. കറാമത്ത് മുഖാന്തരമാണ് കാണുന്ന മദീനയിൽ നഹാബന്ദിൽ നടക്കുന്ന സംഭവം. അപ്പോഴാണ് ആ പടനായകനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, പർവ്വത നിര ശ്രദ്ധിച്ചോ, പർവ്വതത്തിന്റെ അടിഭാഗത്ത് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു വിളി ഉമർ റളിയല്ലാഹു അൻഹു കണ്ടതും വസമായി സാരിയ കലാമഹു, ബഹുമാനപ്പെട്ട സാരിയ എന്നവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിളിയാളം കേട്ടതും മഅബൂദുൽ മുസാഫത്ത്, എത്രയോ അകലെയാണ് നഹാബന്ദും മദീനയും, ഒരുപാട് അകലെയുണ്ട്. അത്രയും ദൂരത്തിൽ കേൾവിയും കാഴ്ചയും ഇതുണ്ടായത് യന്ത്രം വെച്ചുകൊണ്ടല്ല. അന്ന് മൊബൈലുകളില്ല, ഒരു യന്ത്രവും കണ്ടെത്തിയിട്ടുമില്ല, ആരെയും പറഞ്ഞയച്ചിട്ടുമില്ല. അള്ളാന്റെ വലിയ ഔലിയാക്കളായി ഇവർ, അതൊരു കറാമത്താണ്. ആ കറാമത്ത് സംഭവിച്ചതാണ്. ഇതുപോലെയൊക്കെ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അത് യാഥാർത്ഥ്യവുമാണ് എന്നാ പറഞ്ഞത്. വകസുർബി ഖാലിദ് റളിയല്ലാഹു തആല അൻഹു കുടിച്ചതുപോലെ അസ്സുമ്മ, വിഷത്തെ, മിൻ ഗൈരി തളറുരിൻ ബി, ആ വിഷം കാരണമായി ഒരു പ്രയാസം ഖാലിദ് റളിയല്ലാഹു ഉണ്ടായിട്ടില്ല, അതും കറാമത്താണ്. വഗൈരി ദാലിക മിമ്മാ വഖാലി സ്വഹാബത്തി വഗൈരിഹിം, സ്വഹാബാക്കളും അല്ലാത്തവർക്കും അനേകം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതല്ലാത്തത് ഇതുപോലുള്ളതായിരിക്കുന്ന കറാമത്തുകൾ സംഭവിക്കുക അത് യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതുമാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എങ്കിൽ ഖാലൽ ഖുശൈരിയോ, ഖുശൈരി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യന്തഹൂന ഇലാ നഹി വലദിൻ ദൂന വാലിദിൻ, ഒരു പിതാവില്ലാതെ ഒരു കുട്ടിയെ ഉണ്ടാക്കുക എന്നതുപോലത്തേക്കുള്ള കറാമത്തൊന്നും അറ്റമാവുകയില്ല. വഖൽബി ജമാദിൻ ബഹീമത്തൻ, ഒരു നിർജീവിയായ ഒരു സാധനത്തെ നാക്കാലിയാക്കി മൃഗമാക്കി മാറ്റുക, അങ്ങനത്തെ ഒരു കറാമത്തിലേക്കൊന്നും ഇവർ എത്തുകയില്ല, അറ്റമാവുകയില്ല എന്നുള്ളതാണ് ഖുശൈരി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതിന് ഉദാഹരണം, മറിയം ബീവി ഉണ്ടായത്, ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടായത് പിതാവില്ലാതെ ഉണ്ടായതാ. അതുപോലെ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലെ വടി പാമ്പാവുക, ഈ രീതിയൊന്നും ആർക്കുണ്ടാവുകയില്ല, ഔലിയാക്കൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഖുശൈരി ഇമാമിന്റെ അഭിപ്രായം. ഖാലൽ മുസന്നിഫ് അവർ പറയുന്നു, വാദാ, ഈ പറഞ്ഞത് ഹഖൻ, യഥാർത്ഥം തന്നെയാണ്. യുഖസ്സിസു, ഈ പറഞ്ഞ വാക്ക് തഖ്സീസാക്കുന്നു ഖൗല ഗൈരിഹി, ഖുശൈരി ഇമാം അല്ലാതെ വാക്ക്. എന്താ വാക്ക്? മാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ, ഒരു നബിക്ക് മുഅ്ജിസത്തായിട്ട് എന്തൊക്കെ വരാൻ പറ്റുമോ അതൊക്കെ ജാസ അൻ യകൂന കറാമത്തൻ ലി വലിയ്യിൻ, ഒരു വലിയന് കറാമത്തായിട്ട് വരാം, അത് പറ്റും എന്ന് ഖുശൈരി ഇമാം അല്ലാത്ത മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനെ ഖുശൈരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് തഖ്സീസാക്കുന്നു എന്നുള്ളതാണ് മുസന്നിഫ് അവർ പറയുന്നത്. ലാ ഫാരിഖ ബൈനഹുമാ, എന്നാൽ ലാ ഫാരിഖ ബൈനഹുമാ, മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും ഇടയിൽ വ്യത്യാസമില്ല. ഇല്ല തഹദ്ദി, വെല്ലുവിളിയല്ലാതെ. പ്രവാചകനാകുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കും, വലിയാവണമെങ്കിൽ കറാമത്തൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ഖുശൈരി ഇമാമിന്റെ അഭിപ്രായം തീരെ കറാമത്തില്ല എന്നല്ല, മുഅ്ജിസത്തായിട്ട് നിൽക്കുന്ന ഇതുപോലത്തെ കറാമത്തുകളൊന്നും മുഅ്ജിസത്തായിട്ട് നിൽക്കുന്ന ഇതുപോലത്തതൊന്നും ഔലിയാക്കളുടെ കറാമത്തിലേക്ക് എത്തൂല എന്നുള്ളതാണ്. അതിനാണ് മുസന്നിഫ് അവർകളോട് യോജിപ്പിച്ച് പറഞ്ഞതും. അപ്പൊ എന്തൊക്കെ ഒഴിച്ചുള്ള കറാമത്തുകൾ ഉണ്ടാവാം. മുഅ്തസിലത്തി, എന്നാൽ മുഅ്തസിലിയാക്കന് അധിക പേരും വിലങ്ങി. അൽ ഖവാരിക വൽ ഔലിയായി, ഔലിയാക്കളിൽ നിന്ന് അസാധാരണ സംഭവം ഉണ്ടാവല്ല തടഞ്ഞു. ഓല് പറയുന്നത് ഉണ്ടാവില്ല എന്നാണ്. മുഅ്തസിലത്തിന്റെ വാദമാണ് ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥിയുടെ വാദം. അപ്പൊ കദാലിക, ഇതുപോലെ തന്നെയാണ് അൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി, മൂപ്പരും പറഞ്ഞത്. മൂപ്പര് പറയുന്നു ഇതുപോലെ തന്നെ പറഞ്ഞത്, കുല്ലു മാ ജാദ തഖ്ദീറുഹു മുഅ്ജിസത്തൻ ലിനബിയ്യിൻ, നബിക്ക് മുഅ്ജിസത്തായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്ന ഏതെല്ലാം ഉണ്ടോ അത്തരം കാര്യങ്ങൾ ജായിസായി വരുന്നതൊക്കെ ലാ യജൂസു ളുഹൂറു മിസ്ലിഹി, അതുപോലത്തത്, അതായത് പ്രവാചകന് മുഅ്ജിസത്തായിട്ട് കിട്ടുന്ന കാര്യം, അങ്ങനത്തെ ആ മുഅ്ജിസത്ത് പോലത്തത്
പ്രകടമാവുക എന്നുള്ള ജായിസാകൂല കറാമത്തിലെ വലിയൻ. ഒരു വലിയന് കറാമത്തായിട്ട് എന്താവുകയില്ല, വെളിപ്പെടൽ ജായിസാകൂല. മുഅ്തസിലത്ത് അങ്ങനെ പറയുന്നു, ഖവാരിജില്ല. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി പറയുന്നത് ഇങ്ങനെയുമാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം അതിലുണ്ട്. വഇന്നമാ മുബാലഗുൽ കറാമാത്തി, ഏറി വന്നാൽ കറാമത്തിന്റെ അങ്ങേയറ്റം മുബാലഗത്ത് പറയുന്നത് ഇജാബത്തു ദഅവത്തിൻ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. ഔ മുവാഫത്തു മാഇൻ ഫീ ബാദിയത്തിൻ മിൻ ഗൈരി തവഖുൽ മിയാഹ്, വെള്ളം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാനേ കഴിയൂല, വെള്ളത്തെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ചെരിവിൽ വെള്ളവുമായി കൂട്ടി യോജിക്കുക, വെള്ളം ഉണ്ടാവൽ യോജിച്ചു വരിക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കറാമത്തായിട്ട് വരികയുള്ളൂ. അവൻ ഹൈവിദാലിക്ക, അതുപോലത്തൊക്കെ മിമ്മ യൻഹത്തു അൻ ഖർഖിൽ ആദാത്തി, അസാധാരണ സംഭവങ്ങളെ തൊട്ട് ചുറ്റിപ്പറ്റി ഇൻഹത്തായിട്ട് കൊഴിഞ്ഞു പോവുക, ഹർഖുൽ ആദാത്തിനെ തൊട്ട് താഴ്ന്നു പോവുക. അത്ര താഴ്ന്നു പോകുന്ന ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ടാവുക എന്നല്ലാതെ മുഅ്ജിസത്തായിട്ട് വെളിപ്പെടുന്ന കാര്യങ്ങളൊന്നും അതുപോലെ വലിയന് കറാമത്തായിട്ട് വെളിപ്പെടുക ജായിസല്ല എന്നുള്ളതാണ് ഇപ്പോ അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി എന്ന് പറയുന്നവരുടെ അഭിപ്രായം. ആ നിലക്ക് അങ്ങനെ പോകുന്നു. അപ്പൊ കറാമത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെയാണ്. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി, മുസ്ലിം എന്ന് ഒരാളെ, ഖിബ്ലത്തിന്റെ അയലുകാർ എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ, മുസ്ലിം എന്ന് ഒരാളെ നമ്മൾ കാഫിറാക്കുകയില്ല ബിബിദഅത്തിഹി, അയാൾ മുബ്തദിയാണ് എന്നതുകൊണ്ട് കാഫിറാക്കൂല. ഏതുപോലെയൊക്കെ മുൻകിരി സിഫാത്തില്ല, അള്ളാഹുവിന് സിഫാത്തില്ല, സിഫത്തുകളില്ല നിഷേധിക്കുന്നവനെ പോലെ. വഖൽഖിഹി അഫ്ആല ഇബാദിഹി, അതുപോലെ തന്നെ അടിയങ്ങളുടെ പ്രവൃത്തികളൊക്കെ അല്ലാഹു തആല അല്ല സൃഷ്ടിക്കുന്നത് എന്ന് നിഷേധിക്കുക. വജവാസി റുഇയതിഹി യൗമൽ ഖിയാമത്തി, അള്ളാഹുവിനെ അന്ത്യദിനത്തിൽ കാണാൻ പറ്റും എന്നുള്ളത് നിഷേധിക്കുക. ഇത്തരം നിഷേധിച്ചാൽ കാഫിറാവുകയൊന്നുമില്ല. പക്ഷെ മുബ്തദിയാണ്, അതുകൊണ്ട് അവനെ നമ്മൾ കാഫിറാക്കുകയില്ല. ഓ മിന്നാമൻ കഫറഹും, ഇത്തരം ആളുകളെ കാഫിറാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അമ്മാമൻ ഖറജ ബി ബിദ്അത്തി അൻ അഹ്ലിൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ അഹിലുകാരെയും തൊട്ട് ബിദ്അത്ത് കൊണ്ട് പുറത്തുപോയ ആള്, അത് ഏതുപോലെയൊക്കെ മുൻകിരി ഹുദൂസിൽ ആലം, ഈ പ്രപഞ്ചം എന്ന് വെക്കേണ്ട ആലമായി നിൽക്കുന്നതൊക്കെ ഹാദിസാണ് എന്നുള്ളതാണ്. അത് ഹാദിസ് അല്ല എന്ന് പറയാം. വൽ ബഅസി, പുനർജന്മമില്ല എന്ന് പറയാം. വൽ ഹശരിൽ അജ്സാമി, മരിച്ചു കഴിഞ്ഞാൽ ജസദുകളെ ജിസ്മുകളൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടുക, അങ്ങനെ ഇല്ല എന്ന് പറയാം. വൽ ഇൽമി ബിൽ ജുസ്ഇയ്യാത്തി, ജുസ്ഇയ്യാത്തുകളെ കൊണ്ടല്ല കഴിവില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നിഷേധിച്ചു പറയാം. അപ്പൊ ആലം ഹാദിസാണെന്ന് അതല്ല അവൻ നിഷേധിച്ചു. ബഹസില്ല, ഹശറിൽ അജ്സാമില്ല, വൽ ഇൽമിൽ ജുസ്ഇയ്യാത്തി ഇല്ല, ഇത്തരം കാര്യങ്ങൾ നിഷേധിച്ചാൽ ഇവൻ ആരായിരിക്കും? ഫലാ നിസാഅ ബി കുഫ്രിഹിം, ഇത്തരം ആളുകൾ കാഫറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ട്? ഇൻകാരിയും അവർ നിഷേധിച്ചില്ലേ, ബഅദമാ ഉലിമ മജീഉർ റസൂലി ബി ളറൂറത്തൻ, ഒരു തെളിവുമില്ലാതെ പൊതുവെ എല്ലാവർക്കും തെളിവില്ലാതെ തന്നെ നിർബന്ധിതമായി അറിയാൻ പറ്റുന്നൊരു കാര്യമാണിത്. ഇത്തരം കാര്യത്തിൽ റസൂലുള്ളാഹി കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന കാര്യത്തിൽ ചില കാര്യത്തിൽ പെട്ടതാ ഇതൊക്കെ. ഇതിനെ നിഷേധിച്ചോ കാഫറായി. ഈ നിഷേധമുണ്ടായതുകൊണ്ട് അവൻ കാഫറായി പോയി. അപ്പൊ അതുകൊണ്ട് ഇവർ കാഫറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മുമ്പ് പറഞ്ഞ വിഷയത്തിലാണെങ്കിൽ കാഫറാക്കാൻ പറ്റൂല, കാഫറാക്കണോരുണ്ട്. മുഅ്തമദ് പ്രകാരം അവ കാഫറാക്കൂല. വലാ നുജവ്വിസു നഹ്നു, നമ്മൾ ജായിസാക്കൂല അൽ ഖുറൂജ അല സുൽത്താനി, ഒരു ഭരണാധിപൻ ഉണ്ടെങ്കിൽ ആ ഭരണാധിപനെതിരിൽ പുറപ്പെട്ട് കച്ചറ ഉണ്ടാക്കാൻ നമ്മൾ അനുവദിക്കൂല. സുൽത്താന് കീഴൊതുങ്ങി ജീവിക്കാനേ അവകാശമുള്ളൂ. എന്നാൽ ജവ്വദത്തിൽ മുഅ്തസിലത്തു അൽ ഖുറൂജ അൽ ജാഇരി, അക്രമകാരിയാണ് ഭരണാധിപനെങ്കിൽ അയാൾക്ക് എതിരിൽ പുറപ്പെട്ട് വിപ്ലവം ഉണ്ടാക്കലും അയാളെ ഒഴിവാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള കാര്യത്തെ മുഅ്തസിലത്ത് ജായിസായിട്ടുണ്ട്. അപ്പോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഭരണാധിപന്മാർക്കെതിരിൽ മുല്ലപ്പൂ മണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിപ്ലവം പുറപ്പെടുവിക്കുന്നതൊക്കെ ഇത്തരം ആളുകളുടെ ഫത്വയാണെന്ന് മനസ്സിലാക്കാം. അവരോട് അനുഗമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സുന്നികളാരും അത് തെരഞ്ഞെടുക്കുകയില്ല എന്ന് മനസ്സിലാക്കാം. എന്താ പോലെ ഇങ്ങനെ ജായിസാക്കാൻ കാരണം ബിൽ ജൗരി എന്തഹും, മുഅ്തസിലത്തിന്റെ അടുക്കൽ അനീതി അതിക്രമമൊക്കെ ചെയ്താല് ആ ഭരണാധിപൻ ആ സ്ഥാനം നീങ്ങിപ്പോയി.
അപ്പൊ ഞാൻ ഭരണാധിപൻ ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല. അതുകൊണ്ടാണ് ഓല് വിപ്ലവം പുറപ്പെടുവിക്കുന്നത്. വനഅതഖിദു നമ്മൾ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും അന്ന അദാബൽ ഖബർ ഖബറിലെ ശിക്ഷ വസുആൽ മലക്കൈനി മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യം വൽ ഹശ്റ ഒരുമിച്ച് കൂട്ടല് വസ്സുറാത്ത പാലം വൽ മീസാന നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് ഹഖ്ഉൻ അതൊക്കെ യഥാർത്ഥമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ ഖബറിലെ ശിക്ഷ എന്ന് പറയുമ്പോൾ വഹുവ ശിക്ഷാരിൽ കാഫിരി വൽ ഫാസിഖി തമ്മാടിയായി ജീവിച്ച ആൾക്കും സത്യനിഷേധിക്കുമാണ് ആ ശിക്ഷയുള്ളത് ഖബറിലെ. അൽ മുറാദി എങ്ങനത്തെ ശിക്ഷ എന്നറിയാമോ? ആ ശിക്ഷയെ ഉദ്ദേശിക്കുന്ന തഅദീബഹു ഖബറിലിട്ട് അവനെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ആരെ? കാഫിറിനെയും ഫാസിഖിനെയും ഒക്കെ ഖബറിലുള്ള ശിക്ഷ, ആ ഖബർ തന്നെ ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം. അതെങ്ങനെയാണ് ഖബറിലിട്ട് അവനെ ശിക്ഷിക്കുക എന്നുള്ളത്? ബി അൻതുറദ്ദർ റൂഹു ഇലൽ ജസദി അവന്റെ ആത്മാവിന്റെ അവന്റെ ദേഹിയിലേക്ക് മടക്കപ്പെടുക. അങ്ങനെ മടക്കിയിട്ട് ആ ശിക്ഷ നടപ്പാക്കുകയാണ്. അല്ലെങ്കിൽ ഔമാ ബഖിയ മിൻഹു അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്താണോ അവശേഷിക്കുന്നത് അവ അവശേഷിക്കുന്നതിനെ മടക്കിയിട്ട് അത് വെച്ചിട്ടായിരിക്കും ശിക്ഷ. അങ്ങനെ അവരിൽ നിന്ന് അവശേഷിക്കുന്ന ഒന്നിനെ മടക്കുകയോ അല്ലെങ്കിൽ ജസദിലേക്ക് റൂഹിനെ മടക്കുകയോ ഇങ്ങനെ മടക്കിക്കൊണ്ടായിരിക്കും ഖബറിലെ ശിക്ഷ ഉണ്ടാവുക. അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ഉദ്ദേശിക്കപ്പെടുന്നതായ ഖബർ ശിക്ഷ അത് യഥാർത്ഥമാണ്. അപ്പൊ അവരിൽ അവശേഷിക്കുന്നത് എന്തായിരിക്കും? വാൽക്കുറ്റി. അപ്പൊ ആ വാൽക്കുറ്റിയിലേക്ക് റൂഹിനെ മടക്കി സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് ശിക്ഷിക്കും. ആൽ മലക്കൈനി മലക്ക് എന്ന് പറഞ്ഞാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാമാണ്. ഇവർ ചോദ്യം ചെയ്യും ഇൽ മഖ്ബൂരി ഖബറാളിയോട് ബഅദ റദ്ദി റൂഹിഹി ഇലൈഹി ഖബറാളിയിലേക്ക് അവന്റെ ആത്മാവിനെ മടക്കിയ ശേഷമാണ് ചോദിക്കുക, വെറും തടിയോടല്ല. അൻ റബ്ബി റബ്ബിനെ കുറിച്ച് ചോദിക്കും. വദീനിഹി അവന്റെ മതത്തെ കുറിച്ച്, വനബിഹി അവന്റെ നബിയെ കുറിച്ച് ചോദ്യം ചെയ്യും. ഫയുജീബുഹുമാ അപ്പൊ അവർ രണ്ടുപേർക്കും ഉത്തരം നൽകും. ബിമാ യുവാഫിഖു മാ മാത അലൈഹി മിൻ ഈമാൻ ഔ കുഫർ കുഫറായിട്ടാണോ മരിച്ചത് അല്ലെങ്കിൽ ഈമാനുള്ളവനായിട്ടോ? ഈമാന്റെ മേലാണെങ്കിൽ ആ നിലപാടിൽ മരിച്ചവനാണെങ്കിൽ അതേ നിലപാട് വെച്ചൊരു ഉത്തരം കൊടുക്കും. അല്ല കാഫിറായിക്കൊണ്ടാണോ മരിച്ചതെങ്കിൽ ആ നിലപാടിലായിരിക്കും മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മുഅ്മിനീങ്ങളായി ഉത്തരം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വൽ ഹശ്റ ലിൽ ഖൽഖി സൃഷ്ടികൾ ഒരുമിച്ച് കൂട്ടുക മഹ്ശറയിൽ. അതെങ്ങനെ ഒരുമിച്ച് കൂട്ടല്? ബിഅയ്യുഹിയഹുമുല്ലാഹു തആല ബഅദ ഫനായിഹിം എല്ലാവരും നശിച്ചു, സൃഷ്ടികൾ എല്ലാവരും നശിച്ചു. നശിച്ചതിന് ശേഷം അല്ലാഹു തആല അവർക്ക് ജീവൻ നൽകി. അങ്ങനെ ജീവൻ നൽകിക്കൊണ്ട് ആണ് അവരെല്ലാവരെയും മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുക. വയജ്മഉഹും ലിൽ അർളി വൽ ഹിസാബ് അങ്ങനെ മഹ്ശറയിലേക്ക് അവർ എന്താക്കുമെന്നറിയാമോ? ഒരുമിച്ച് കൂട്ടുന്നു. വിചാരണ നടത്തുവാൻ വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവിടെ അവരൊരുമിച്ച് കൂട്ടും. അവിടെ പല ശിക്ഷകളും പല വിഷമങ്ങളുണ്ട്. അതൊക്കെ വെളിവാക്കി കൊടുക്കാനും വെളിവാക്കലിലേക്കും ഹിസാബിനൊക്കെയാണ് അവരൊരുമിച്ച് കൂട്ടുക. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടും ജീവൻ നൽകിക്കൊണ്ടുമാണ് സൃഷ്ടികളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുക. വസ്സുറാത്ത സുറാത്തി എന്ന് പറഞ്ഞാൽ അത് ജസ്റുൻ മംദൂദുൻ അലാ ലഹരി ജഹന്നമ നരകത്തിന്റെ മീതെ നീട്ടത്തിൽ ഇട്ടതായ ഒരു പാലം ആണ് സുറാത്ത്. അതൊക്കെ ആ പാലം ഏറ്റവും നേരിയതാണ് മിനശ്ശൈരി മുടിയേക്കാൾ. വഹദ്ദു ഏറ്റവും മൂർച്ചയുള്ളതാണ് മിനസ്സൈഫി വാളിനേക്കാൾ. യമുറു അലൈഹി ജമീഉൽ ഖൽഖ് എല്ലാവരും ആ പാലത്തിന്റെ മുകളിലൂടെ നടക്കും. ഫതജൂസുഹു അഹ്ലുൽ ജന്നത്തി സ്വർഗ്ഗവകാശികൾ ആ പാലം വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകും. ഫതസില്ലു ബിഹി അഖ്ദാമു അഹ്ലിൻ നാരി നരകവകാശികൾ അവർ നടന്നു പോകുമ്പോൾ അവരുടെ കാലടിപ്പാടുകൾ അങ്ങനെ തെന്നി വീഴുകയും ചെയ്യും ഇവിടുന്ന്. അങ്ങനത്തെ ഒരു പാലമാണ് ആ പാലം. അതും യഥാർത്ഥമാണ്. വൽ മീസാൻ പിന്നെ മീസാൻ എന്ന് പറയുന്നത് ഒലഹു അതിനുണ്ട് ലിസാനും സൂചി നാവുണ്ട് എന്ന് പറയുന്ന സൂചി. വഖിഫത്താനി രണ്ട് തട്ടുമുണ്ട്. യുറഫു ബിഹി ആ മീസാൻ കൊണ്ട് അറിയപ്പെടും. മഖാദീറുൽ അഅമാൽ മനുഷ്യലോകം ദുനിയാവിൽ വെച്ച് ഇവിടെ ചെയ്ത എന്തെല്ലാം അമലുകളുണ്ടോ അതിന്റെ കണക്കൊക്കെ വ്യക്തമായിട്ട് അറിയപ്പെടാൻ കഴിയുന്ന തുലാസാണ്. അതെങ്ങനെ അറിയാം? അൻ തൂസന സുഹ്ബുഹ ബിഹി ആ തുലാസ് കൊണ്ടാണ് അവരുടെയൊക്കെ അമലിന്റെ ഏടുകൾ തൂക്കപ്പെടുക. അങ്ങനെ തൂക്കിയത് കൊണ്ട് ഓരോ അമലുകളും അതിന്റേതായ കണക്ക് പ്രകാരം അറിയാൻ കഴിയും. അങ്ങനെ കണക്കാക്കാൻ പറ്റുന്ന മീസാൻ അവിടെ ഉണ്ട്. ഹഖുൻ അത് യഥാർത്ഥമാണ്. അത് യഥാർത്ഥമാണെന്ന് പറയാൻ ലിൻ നുസൂസിൽ വാരിദത്തി ഫീ ദാലിക അത്തരം കാര്യങ്ങളിലൊക്കെ ഹദീസിലും ആയത്തിലൊക്കെ വ്യക്തമായി തന്നെ നസ്സുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട്
ഖാല തആല അല്ലാഹു തആല പറയുന്നു വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ നമ്മൾ അവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. അവരിന്ന് ഒരാളെയും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരും ഒരുമിച്ച് കൂട്ടി. ഇതൊരായത്ത്. വനളവൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ. അന്ത്യദിനത്തിൽ നീതിയുടെ തുലാസിനെ നമ്മൾ വെക്കും. നന്മയും തിന്മയൊക്കെ തൂക്കുന്ന തുലാസ് നമ്മൾ വെക്കും. അതിൽ നിന്നൊന്നിനെയും ഒരു ശരീരത്തിനും ചുരുക്കപ്പെടുകയില്ല, എല്ലാം നീതി പോലെയായിരിക്കും. അങ്ങനത്തെ ഒരു ആയത്തും ഖുർആനിലുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞല്ലോ, അദാബുൽ ഖബരി ഹഖ്ൻ, ഖബർ ശിക്ഷ യഥാർത്ഥമാണ്. വ മറ അലാ ഖബറൈനി, രണ്ട് ഖബറിന്റെ അരികിലൂടെ നബി തങ്ങൾ നടന്നു നീങ്ങി. ഫഖാല ഇന്നഹുമാ ലയുഅദ്ദബാനി, നബി തങ്ങൾ ഈ രണ്ട് ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്. അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ടെന്ന് തെളിവായല്ലോ. വഖാല, നബി തങ്ങൾ പറയുന്നു, ഇന്നൽ അബ്ദ ഇദാ ബുളിഅ ബിഖബരിഹി, ഒരു അടിമയെ തന്റെ ഖബറിലേക്ക് കബറടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, കൂടെ പോയ ആളുകളെല്ലാം തിരിച്ചു വരികയും ചെയ്താൽ അതാഹു മലക്കാനി, രണ്ട് മലക്കുകളതാ അവന്റെ അടുത്ത് ഖബറിൽ വരുന്നു. ഫയുഖിദാനിഹി, അവർ രണ്ടുപേരും അവരെ എണീപ്പിച്ച് പിടിച്ചിരുത്തുന്നു. എന്നിട്ട് യഖൂലാനി, അവരോട് ചോദിക്കും ഈ രണ്ട് മലക്കുകൾ, മാ കുന്ത തഖൂലു ബി ഹാദൻ നബിയി, ദാ ഈ നബിയെ കുറിച്ച് താൻ എന്ത് പറയുന്നു? മുഹമ്മദ് അഥവാ മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് പറയുന്നു? ആ ചോദ്യത്തിന് അമ്മൽ മുഅ്മിനു, സത്യവിശ്വാസിയാണെങ്കിൽ ഫയഖൂലു, അവൻ പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് മറുപടി കൊടുക്കും. ഇലാ അൻ ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, അമ്മൽ കാഫിറു അവിൽ മുനാഫിഖു, കാഫിർ മുനാഫിഖ് ഇവരോട് ചോദ്യം ചെയ്യുമ്പോൾ ഇവര് പറയുന്ന കാര്യം വരെ റസൂലുള്ളാഹി പറഞ്ഞു. ഫയഖൂലു, കാഫിറോ മുനാഫിഖോ ആണെങ്കിൽ പറയും, ലാ അദ്രി എന്ന് പറയും. ഇലഹ്, അത് നീണ്ടൊരു ഹദീസാണ്. അവസാനം വരെ ആ കഥ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് ചോദ്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതൊക്കെ രസാണ്. റവാഹുമർ ഷെയ്ഖാനി, നബി തങ്ങൾ പറഞ്ഞ ഈ രണ്ട് ഹദീസും ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വഗൈറുഹുമാ, അവരല്ലാത്തവരും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. വഫീ റിവായത്തി അബീ ദാവൂദ വഗൈരിഹി, അബൂദാവൂദിന്റെയും അല്ലാത്തവരുടെയും റിപ്പോർട്ടിലുണ്ട്. ഫയഖൂലാനി ലഹു മൻ റബ്ബുക മാ ദീനുക മാ ഹാദർ റജുലുല്ലദീ ബുഇസ ബികും, എന്താണ് ചോദിക്കുക എന്നുള്ളത് ഈ ഹദീസിൽ വ്യക്തമായി പറയുന്നു. നിന്റെ റബ്ബാര്, നിന്റെ മതമേത്, ഇതാ നിന്നിലേക്ക് നിങ്ങളിൽ യാത്രയാക്കപ്പെട്ട ആളാണ് ഈ പുരുഷൻ, ഇദ്ദേഹത്തെ കുറിച്ച് താൻ എന്ന് പറയുന്നു എന്ന ചോദ്യം നടത്തുകയാണ്. അപ്പോൾ മുഅ്മിനായ അടിമ പറയും, റബ്ബി അല്ലാഹ്, എന്റെ നാഥന്റെ അള്ളയാണ്. വദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. വറജുൽ മബ്ഊസ്, ഈ യാത്രയാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയും. വയഖൂൽ കാഫിറു ബിസ്സലാസി, ഈ മൂന്ന് ചോദ്യത്തിനും മറുപടിയായി കാഫിർ പറയും, ലാ അദ്രി, ഞാൻ അറിയൂല, ഞാൻ അറിയൂല, ഞാൻ അറിയൂല എന്ന് പറയും. ഇങ്ങനെ ചോദ്യം ചെയ്ത കാര്യം ഇന്നതാണ് എന്നും ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നവർ ഇന്നതാണെന്നും വ്യക്തമായി കിട്ടിയല്ലോ. ഈ റിവായത്തിൽ തുർമുദി ഇമാമിനുള്ളതായ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നമ്മളിവിടെ മലക്കേരിക്ക് പേര് പറഞ്ഞത് മുൻകർ നക്കീർ എന്ന്. അതിനെന്താ തെളിവ്? ഖാലു ലി അഹദിഹിമ, രണ്ടിൽ ഒരാൾക്ക് പറയുക മുൻകർ, ഒരിൽ ആഖിരിൻ നക്കീർ, മറ്റൊരാൾക്ക് പറയുക നക്കീർ എന്നാണ്. ഇങ്ങനെ അതും കിട്ടി. അവര് നക്കീറും മുൻകറുമാണ് ചോദിക്കുന്നത് എന്നും കിട്ടി. ഇനി വഫീ റിവായത്തിൽ ബൈഹഖി, ബൈഹഖി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബൈഹഖി മുൻകറും നക്കീറും എന്ന് വ്യക്തമായിട്ട് വരുന്നത് മുൻകറും നക്കീറുമാണ് എന്നുള്ളത് വരെ പറഞ്ഞു. വഫിസ്സഹീഹൈനി, ഇനി ബുഖാരി മുസ്ലിമിൽ നോക്കിയാൽ കാണും ഹദീസ്, ഒരുപാട് ഹദീസുകൾ. അതിൽ യുഹ്ശറുന്നാസു ഹുഫാത്തൻ, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ മശാത്തൻ ഉറാത്തൻ ഉറലായ, പാദരക്ഷയില്ലാത്തവരും നഗ്നന്മാരായിട്ടും നടക്കുന്നവരായിട്ടും ചേലാകർമ്മം ചെയ്യാത്തവരായിട്ടും ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ പാദരക്ഷയില്ലാത്തവർ, മഷാത്തൻ നടക്കുന്നവർ, ഉറാത്തൻ നഗ്നതയുള്ളവർ, ഉറല ചേലാകർമ്മം ചെയ്യപ്പെടാത്തവർ. അയ്യ മുഖ്തത്തിനൈന, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവർ എന്നാണ് ഉറല എന്നതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടെ ഉമ്മ ജന്മം നൽകുമ്പോൾ ഏത് രൂപമാണോ അതേ രൂപത്തിലായിരിക്കും വയസ്സിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പൊ ആ രൂപങ്ങളും ഒരുമിച്ച് കൂട്ടുന്ന കാര്യവും ഹദീസിൽ വ്യക്തമായി കിട്ടി. ഹദീസു, വേറെ ഹദീസ് കാണാം, എന്ത് ജഹന്നമ, നരകത്തിന്റെ മീതെ ഒരു പാലം ഇടും എന്നതുകൊണ്ട് തന്നെ
ഹദീസ് വന്നിട്ടുമുണ്ട്, അതും വ്യക്തമായി കിട്ടി. അപ്പൊ മുറൂറിൽ മുഅ്മിനീന അലൈഹി, അതിന്റെ മേൽ സഞ്ചരിച്ചു പോകുന്ന മുഅ്മിനീങ്ങള് മുത്തവാബിത്തീന, വിഭിന്നങ്ങളായ വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്നതും ആ ഹദീസിൽ വന്നിട്ടുണ്ട്. വഅന്നഹു മൻസിലത്തുൻ വഅന്നഹു മസില്ലത്തുൻ എന്ന് പറഞ്ഞാൽ ഐ തസില്ലു ബി അഖ്ദാമു അഹ്ലിന്നാരി ഫീഹാ, നരകാവകാശികളുടെ ചെരുപ്പടിക്കാലുകൾ ആ പാലത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ ആ നരകാവകാശികൾ ആ പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വഴുതി വീഴും. അങ്ങനത്തതാണ് ആ പാലം എന്നൊക്കെ ഹദീസിൽ വ്യക്തമായി കണ്ടിട്ടുണ്ടല്ലോ. വഫി മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള നിവേദനത്തിൽ ഹദീസിൽ കാണാം, അൻ നബി സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ തൊട്ടാണ് റിപ്പോർട്ട്. ബലഗനി, എനിക്ക് കിട്ടിയത്, അന്നഹു അദഖു മിന ശഅർ, മുടിയേക്കാൾ നേരിയതാ, വഅദ് മിന സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ് എന്നുള്ളതാ. അങ്ങനത്തെ പാലമാണ്. ഇതൊക്കെ ഹദീസിൽ വ്യക്തമാണ്. വറവൽ ബസ്സാറു വൽ ബൈഹഖിയു റളിയല്ലാഹു അൻഹുമാ, ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹദീസ് യുഅ്ത ബിനി ആദമ, മനുഷ്യനെ കൊണ്ടുവരപ്പെടും. ഫയൂഖഫു ബൈന കബത്തിൽ മീസാൻ, മീസാന് രണ്ട് തുലാസിന്റെ ഇടയിൽ നിർത്തപ്പെടുകയും ചെയ്യും. അപ്പൊ മീസാൻ കൊണ്ട് തൂക്കാൻ മീസാൻ ഉണ്ടെന്നും ഈ ഹദീസ് കൊണ്ട് വ്യക്തമായി. ഈ ഹദീസിന് ഇവർ രണ്ടുപേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പാകത്തുക ഇവിടെ പറഞ്ഞ സുആൽ മലക്കേനി, അദാബുൽ ഖബർ, ഹശ്ർ, സിറാത്ത്, മീസാൻ ഒക്കെ യഥാർത്ഥമാണ്. അതിന് വ്യക്തമായ തെളിവുകൾ ഖുർആനിലും ഹദീസിലൂടെയും ഇവിടെ സമർത്ഥിക്കുകയും ഉണ്ടായി. ഇനി പറയാനുള്ളത് വൽ ജന്നത്ത വന്നാറ, നരകവും സ്വർഗവും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ഇന്നാണോ അന്നാണോ? മഖ്ലൂഖത്താനി അൽ യൗമ, ഇന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യഅനി ഖബല യൗമിൽ ജസാഇ, പ്രതിഫലം നൽകപ്പെടുന്ന ദിനമാണ് അന്ത്യദിനം. അതിന്റെ മുമ്പ് തന്നെ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് തെളിവുണ്ട് നുസൂസി ദാലത്തി അലാ ദാലിക, ഇന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് നരകവും സ്വർഗവും എന്നുള്ളതിന് മേൽ അറിയിക്കുന്ന നസ്സുകൾ ഉണ്ടായതുകൊണ്ടാണ്. നഹ്വു ഉഇദ്ദത്തുൽ മുത്തഖീൻ ഉഇദ്ദത്തുൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് നരകത്തെ ഒരുക്കി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, മുത്തഖീങ്ങൾക്ക് സ്വർഗത്തെ ഒരുക്കി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുണ്ടല്ലോ. അപ്പൊ ഖിസ്സത്തി ആദമു ഹവ്വ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും കഥ പരിശോധിച്ചാൽ എവിടെ ഇസ്കാനിഹിമാൽ ജന്നത്ത്, അവരെ പടച്ചിട്ട് അല്ലാഹു തആല സ്വർഗത്തിലാണല്ലോ താമസിപ്പിച്ചത്. അപ്പൊ ഇന്ന് സ്വർഗമല്ല എന്ന് പറയാൻ പറ്റുമോ? അന്ത്യനാള് പടക്കണം അല്ല, അന്ന് തന്നെ ഉണ്ട് സ്വർഗം. അപ്പൊ ഇഖ്റാജിഹിമ, അവർ രണ്ടുപേരെയും പുറപ്പെടുവിച്ച കഥ, മിൻഹ, സ്വർഗത്തിൽ നിന്ന് ജല്ലത്തി, ഒരനർത്ഥം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പോരേണ്ടി വന്നു. ഇത്തരം കഥകളൊക്കെ ഓർത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതുപോലത്തെ കഥകളൊക്കെ വ്യക്തമാക്കി തരുന്നത് നരകവും സ്വർഗവും അന്ന് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയാനുള്ളത് മുഅ്തസിലിയാക്കൾ പുത്തനാശയക്കാരാണ്. അവരിന്ന് അധിക പേരും വാദിച്ചു, അന്നഹുമ, നരകവും സ്വർഗവും നിശ്ചയം, ഇന്നമാ യുഖ്ലഖാനി യൗമൽ ജസാഇ, പ്രതിഫലം തരുന്ന ദിവസത്തിലാണ് അത് രണ്ടിനെ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് മുഅ്തസിലത്തിന്റെ വാദം. അത് ശരിയല്ല, ബിദ്അത്താണ്. നമ്മൾ വിശ്വസിക്കണം. ഇനി മറ്റൊരു വിഷയം, വയജിബു അലന്നാസി, ജനങ്ങളുടെ മേൽ നിർബന്ധമാകും, നസ്ബു ഇമാമിൻ, ഒരു ഭരണാധിപനെ, ഒരു ഇമാമിനെ നിശ്ചയിക്കൽ, യഖൂമു ബിമസാലിഹിം, ജനങ്ങളുടെ നന്മ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഭരണാധിപനെ നിശ്ചയിക്കൽ ജനങ്ങളെ മേൽ നിർബന്ധമാണ്. ഏതുപോലെയൊക്കെ സൂരി, ഫിത്തനുകളൊക്കെ അടക്കം പോലെ, തജ്ഹീദിൽ ജുയൂഷി, യുദ്ധത്തിനു വേണ്ടി സേനകളൊക്കെ ഒരുക്കി തയ്യാറാക്കും പോലെ, ഖഹ്റിൽ മുതഗല്ലിബത്തി, അതിക്രമിച്ചു വരുന്ന ആളുകളെ ഒതുക്കി നിർത്തും പോലെ, മുതലസ്സുസത്തി, അതുപോലെയുള്ളതായിരിക്കുന്ന അക്രമകാരികളെയൊക്കെ ഒതുക്കി നിർത്തുക, ഖുത്തായി ത്വരീഖി, വഴികൊള്ളക്കാരെ, വൈരിദാലിക്ക, അതല്ലാത്ത എന്തെല്ലാം അനർത്ഥമുണ്ടാക്കി തീർക്കുന്നുണ്ടോ അവരെല്ലാം ഒതുക്കുവാനും, സേനാനായകന്മാരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ അതിന്റെ പരിശീലനങ്ങളും അതുപോലെ തന്നെ മറ്റു പല വിതരണങ്ങൾ അത് കടക്കുവാനും പറ്റുന്ന ഒരു ഭരണാധിപനെ നിശ്ചയിക്കൽ ജനങ്ങളുടെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? ഇജ്മാഇ സ്വഹാബത്തി, സ്വഹാബാക്കളെ ഇജ്മാ എങ്ങനെയാണ്? ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ വഫാത്തായതിനു ശേഷം സ്വഹാബാക്കൾ ഇജ്മാ ആയല്ലോ, അലാ നസ്ബിഹി, അവര് ഒരു ഭരണാധിപനെ നിശ്ചയിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇജ്മാ ആയി. അങ്ങനെ ഹത്ത ജഅലൂഹു, ഒരു ഭരണാധിപനെ അവർ എന്താക്കി? നിശ്ചയിക്കുക എന്നുള്ള കാര്യം അവർ ആക്കി വെച്ചു. അഹമ്മൽ വാജിബാത്തി, മുഖ്യമായ വാജിബായ ഒരു കാര്യമാണ് അവർ ആക്കി വെച്ചു.
അങ്ങനെ ഖദ്ദമുഹു അലാ ദഫനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ പുണ്യ ശരീരം മറമാടുന്നതിനേക്കാൾ മുമ്പ് അവർ ചെയ്ത കർമ്മം ഇതായിരുന്നു, ആ സ്ഥാനത്തേക്ക് ഒരു ഭരണാധിപനെ നിശ്ചയിക്കുക എന്ന്. അങ്ങനെ മുന്തിക്കുകയും ചെയ്തു. വലം യദ്രിന്നാസു ഫീ കുല്ലി അസ്ർ അലാ ദാലിക, എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങൾ ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. ആ നിലപാട് നമുക്കും ബാധിസ്ത്രാണ് ഇസ്ലാമിക ഭരണകൂടമുള്ളോടത്ത്. വലൂകാന മൈൻ യുൻസബു, നിശ്ചയിക്കപ്പെടുന്ന ഒരാള് മഫ്ളൂലൻ, അയാൾ എന്തായിക്കോട്ടെ, മഫ്ളൂലായിക്കോട്ടെ, അയാള് ഫാദിലായ ഒരാളുണ്ടായിരിക്കെ അതിനേക്കാൾ താഴ്ന്ന പടിയുള്ള മഫ്ളൂല്, ഇങ്ങനെ ശ്രേഷ്ഠമാക്കപ്പെട്ട ആളായിക്കോട്ടെ, എന്നാലും വേണ്ടില്ല എന്നാണ്. കാരണം ഇന്ന നസ്ബഹു, ഇവിടെ ഒരു ഭരണാധിപനെ നിശ്ചയിക്കുക എന്നുള്ളത് യക്ഫി മതി ഫിൽ ഖുറൂജി അൻ നുഹദത്തിൻ നസ്ബി, ഒരു ഭരണാധിപനെ നിശ്ചയിക്കണമെന്ന ഇസ്ലാമിന്റെ കൽപ്പനയുണ്ടല്ലോ ജനങ്ങളോട്, ആ കൽപ്പനയും തൊട്ടുകൊണ്ട് പുറത്തു പോകുന്ന കാര്യത്തിൽ എന്തും മതി, നിറവേറ്റാൻ ഇത് മതിയല്ലോ, ആ മഫ്ളൂലായും കുഴപ്പമില്ല. വക്കീല, അവിടെ കീലയുണ്ട്, ലാ പറ്റുകയില്ല, പിന്നെന്ത് വേണം, ബൽ ഫാദിലി, ഉന്നതനായ ആൾ തന്നെ നിശ്ചയിക്കുന്ന നിർബന്ധമാകും എന്നാണ് കീല പറയുന്നത്. വദഹബത്തിൽ ഖവാരിജു, എന്നാൽ ഖവാരിജിയാക്കൾ പോയത് ഇലാ അന്നഹു ലാ യജിബു നസ്ബു ഇമാമിൻ, ഒരു ഇമാമിനെ നിശ്ചയിക്കലൊന്നും നിർബന്ധമൊന്നുമില്ല എന്നതിലേക്കാണ് ഖവാരിജിയത്ത് പോയത്. വൽ ഇമാമിയത്തു, ഇമാമിയാക്കൾ ഇലാ വുജൂബിഹി, അത് നിർബന്ധമാണ് എന്നതിലേക്കാണ്. ആരുടെ മേലെ, ജനങ്ങളെ മേലല്ല, അലല്ലാഹി തആല, അള്ളാന്റെ മേലെ വജൂബാണെന്ന വാദത്തിലേക്കാണ് ഇമാമിയാക്കൾ പോയത്. ഇവര് ഷിയാക്കൾ പോലൊരു കക്ഷിയാ, അതാണ് ഓലവാദം. വലാ യജിബു അലർ റബ്ബി സുബ്ഹാനഹു, അല്ലാഹു തആലാന്റെ മേൽ നിർബന്ധമില്ല, ഷൈഉൻ, ഒന്നും നിർബന്ധമില്ല. കാരണം ലിഅന്നഹു ഖാലിഖുൽ ഖൽഖ്, എല്ലാത്തിനും സൃഷ്ടിച്ചത് അള്ളയാണ്. അങ്ങനെ വരുമ്പോ കൈഫ യജിബു ലഹും അലൈഹി ഷൈഉൻ, ഈ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ മേൽ എങ്ങനെ നിർബന്ധാകാൻ, ഒന്നും നിർബന്ധാകാനില്ല. എന്നാ കാലത്തിൽ മുഅ്തസിലത്തു, അവിടെ പുത്തനാശയക്കാരൻ മുഅ്തസിലത്ത് പറയുന്നു, യജിബു അലൈഹി, അള്ളാന്റെ മേൽ നിർബന്ധമായിട്ട് വരും, അഷിയാഉ യതറത്തബു ദമ്മു ബിതർക്കിഹാ, ചില വസ്തുക്കൾ അവകളെ ഉപേക്ഷിക്കൽ കൊണ്ട് ആക്ഷേപം തുടർന്നു വരും. അവ ഉപേക്ഷിക്കൽ കൊണ്ട് ആക്ഷേപം തുടർന്ന് വരാൻ പറ്റുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത്തരം വസ്തുക്കൾ അള്ളാന്റെ മേൽ നിർബന്ധമാണ്. അപ്പൊ നല്ലതാവുന്ന ഏതെല്ലാം വസ്തുക്കളൊക്കെ നിർബന്ധമാണെന്ന് അർത്ഥം. മിൻഹ, ആ വസ്തുക്കളിൽ പെട്ടതാണല്ലോ അൽ ജസാഉ അയ സവാബു അല തഅതി, അധികാരം അല്ല, ആരാധന ചെയ്താൽ അതിന്റെ പ്രതിഫലം നൽകുക എന്നുള്ളത് അതിൽപ്പെട്ടതാ. വൽ ഇഖാബു അലൽ മഅസിയത്തി, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം എന്നുള്ളതും അത്തരം കാര്യങ്ങൾപ്പെട്ടതാ. വമിൻഹ അൽ ലുതുബു ബി അയ്യഅല ബി ഇബാദിഹി മാ യുഖർരിബുഹും മിന ത്വാഅതി, ആരാധനകളിലേക്ക് ജനങ്ങളെയൊക്കെ സൃഷ്ടികളൊക്കെ അടുപ്പിക്കാൻ പറ്റുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത്തരം കാര്യത്തെ അടിമകളോട് പ്രവർത്തിക്കുക, ആ പ്രവർത്തി കൊണ്ട് മയം ചെയ്യുക എന്നുള്ളതും അത്തരം വസ്തുക്കളിൽപ്പെട്ടതാണ്. വയുബഇദുഹും അൽ മഅസിയത്തി, ദോഷങ്ങളെ തൊട്ട് ജനങ്ങളെ ദൂരീകരിക്കാൻ പറ്റുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത്തരം കാര്യം ചെയ്തുകൊണ്ട് അടിയങ്ങളോട് മമത കാണിക്കണം എന്നുള്ളതും അള്ളാന്റെ മേൽ നിർബന്ധമായി വരുന്ന വസ്തുക്കളാണെന്ന് അവർ വാദം. ബിഹൈസു ലാ യന്തഹൂന ഇലാ ഹദ്ദിൽ ഇൽജാഇ, എത്രത്തോളം ഒരു കൂട്ടിച്ചേർക്ക്, ഒരു അണഞ്ഞുകൂടുന്ന പരിപാടിയുണ്ടല്ലോ, അത്തരം അണഞ്ഞുകൂടാൻ പറ്റുന്ന പരിധിയിലേക്ക് ഇവർ ചെന്നെത്താൻ പാടില്ല. ആ നിലപാടിലൂടെ അവരോട് മയം ചെയ്തുകൊണ്ടായിരിക്കണം പെരുമാറേണ്ടത് എന്നാണ്. ഇതൊക്കെയാണ് മുഅ്തസിലത്തിന്റെ വാദം. വമിൻഹ, അതിൽപ്പെട്ടതാണ് അൽ അസ്ലഹു ലഹും ബിദ്ദുനിയാ മിൻ ഹൈസിൽ ഇക്മത്തു വത്തദ്ബീർ, ഏറ്റവും നല്ല കാര്യം ചെയ്തു കൊടുക്കുക ആ ജനങ്ങൾക്ക്. ബിദ്ദുനിയാ, പ്രപഞ്ചത്തിൽ അവർക്ക് ഏറ്റവും നല്ലത് ഏതാണോ അത് ചെയ്തു കൊടുക്കുക. മിൻ ഹൈസിൽ ഹിക്മത്തു വത്തദ്ബീർ, നിയന്ത്രിക്കുക. ഹിക്മത്ത് തന്ത്രം, ശാസ്ത്രം എന്നൊക്കെ പറയുന്നു. തന്ത്രപരമായിട്ടും പിന്നെ നിയന്ത്രിക്കുന്നപരമായിട്ട് ഒക്കെ എന്താണോ ദുനിയാവിൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കലൊക്കെ അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാണെന്ന ഈ വാദം ശരിയല്ലല്ലോ. നമുക്ക് ആ വാദമെല്ലാം നമ്മുടെ റബ്ബിനൊന്നും നിർബന്ധമില്ല. ഈ വൽ മആദുൽ ജിസ്മാനിയോ, തടി കൂടിയുള്ള മടക്കലാണ്. ആ മടക്കം തടിയോടുകൂടിയുള്ള മടക്കം, ഐ അബ്ദുൽ ജിസ്മീന, അൽ മആദുൽ ജിസ്മാനി എന്ന് പറഞ്ഞാൽ തടിയ മടക്കല്, ബഅദൽ ഇഅദാമി, അത് ഇല്ലാതെയാക്കിയതിന് ശേഷം, ബി അജ്സാഇഹി, അതിന്റെ ജുസുക്കളോടുകൂടെ, വ അവാരിദിഹി, അതിന്റെ അവാരിദുകളായിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു,
കറുപ്പ് വെളുപ്പ് പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അത്ര അവാരതുകളും അതിന്റെ ജുസുക്കളോടുകൂടി ആ ജിസ്മിനെ ഇല്ലാതെയാക്കിയതിന് ശേഷം ജിസ്മിനെ മടക്കല് കമാക്കാന മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് ഹഖുൻ, അത് യഥാർത്ഥമാണ്, കളവല്ല. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഹുവല്ലദീ യബ്ദുൽ ഖൽഖ സുമ്മ യുഈദുഹു കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദുഹു കമാ ബദഅകും തഊദൂൻ. അള്ളയാകുന്നത് അവൻ എന്താണ്? യബ്ദുൽ ഖൽഖ, സൃഷ്ടിപ്പിനെ അവൻ തുടങ്ങും. അങ്ങനത്തവൻ അല്ല, മുൻ പ്ലാൻ ഇല്ലാതെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നവൻ. സുമ്മ യുഈദുഹു, അങ്ങനെ കഴിഞ്ഞിട്ട് വീണ്ടും ആ സൃഷ്ടിപ്പിനെ വീണ്ടും അല്ലാഹു തആല മടക്കുന്നു. കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദുഹു, സൃഷ്ടിപ്പിന്റെ ആദ്യം നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ നമ്മൾ മടക്കും ഇല്ലാതെയാക്കിയതിനു ശേഷം. കമാ ബദഅക്കും, നിങ്ങളെ നമ്മൾ എങ്ങനെയാണോ സൃഷ്ടിപ്പ് തുടങ്ങിയത് അതുപോലെ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. തഊദൂൻ, നിങ്ങൾ മടങ്ങും. ഇതൊക്കെ ആയത്തുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ജിസ്മോട് കൂടിയാണ് മടക്കും, അതിനെല്ലാം കൂട്ടിയിട്ട്. എങ്കിൽ അങ്കരത്തിൽ ഫലാസിഫത്തു, ഫിലോസഫികൾ ഇവിടെ നിഷേധിച്ചു. ഈ ആയത്തിൽ അജ്സാം, ജിസ്മുകളെ മടക്കലില്ലാതെ. പിന്നെന്തോല് പറയുന്നത്? ഖാലു, അവര് പറയുന്നു, ഇന്നമാ തുആദുൽ അർവാഹ്, ആത്മാക്കളെയാണ് മടക്കപ്പെടുക, ജിസ്മുകളില്ല. ബിമഅന അന്നഹ ബഅദ മൗത്തിൽ ബദനി, എന്തർത്ഥപ്രകാരം ഈ ആത്മാക്കള് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി, അങ്ങനെ മരണം കഴിഞ്ഞതിന് ശേഷം ഈ ആത്മാക്കൾ തുആദു മടക്കപ്പെടുന്നു. ഇലാമാ കാനത്ത് അലൈഹി, ഈ ആത്മാക്കള് ഏതൊന്നിന്റെ ഇലാമാ ഒന്നിലേക്ക്, ഈ ആത്മാക്കൾ ഏതൊരു അവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. മിനത്തജറുദി, അത് തനിച്ച് നിൽക്കുക. മുത്തലദ്ദിദത്തൻ ബിൽ കമാൽ, പരിപൂർണമായി രസിക്കുന്ന രീതിയിൽ. അല്ലെങ്കിൽ മുതഅല്ലിമത്തൻ ബിൻ നുഖ്സാനി, ചുരുക്കം കൊണ്ട് എന്താ വേദന അനുഭവിക്കുന്ന രീതി. ഇതേ രീതിയിൽ ശരീരത്തിനെ വിട്ട് തനിച്ചു നിന്നപ്പോണ്ടായ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിൽ ജിസ്മൊന്നുമില്ലാതെ ആത്മാനം അടക്കപ്പെടും എന്നതാണ് തത്വമാണ് ഫിലോസഫിയോടേത്. ഖൗലുഹു ബഅദൽ ഇഅ്ദാമി എന്ന് പറഞ്ഞല്ലോ, മുസന്നിഫ് ബഅദൽ ഇഅ്ദാം, ആ പറഞ്ഞ വാക്കാണ് ഹുവ സഹീഹു, അതാണ് ശരിയായത്. വഖീല, അവിടെയുണ്ട് ലാ യുഅദ്ദുൽ ജിസ്മു, ജിസ്മിനെ ലാ യുഅ്ദമുൽ ജിസ്മു, ജിസ്മിനെ ഇല്ലാതെയാക്കിയതിനു ശേഷം തന്നെ പറഞ്ഞത്, എന്നിട്ടാ ജിസ്മോട് കൂടെ മടക്കുന്നത്. അങ്ങനെ ലാ യുഅ്ദമുൽ ജിസ്മു, ജിസ്മിനെ ഇല്ലാതെയാക്കപ്പെടൂല. വഇന്നമാ തുഫറഖു അജ്സാഉഹു, ജിസ്മ അവിടെ ഉണ്ട്, പിന്നെ ആ ജിസ്മിന്റെ ജുസുക്കളെ വിട്ടുപിരിക്കപ്പെടും എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കൈല പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ജിസ്മുമായി മടക്കപ്പെടുന്ന ചർച്ച. അതിൽ ഫിലോസഫിയുടെയും നമ്മുടെയും ഒക്കെ ചർച്ച നമ്മൾ ചെയ്തു കഴിഞ്ഞു. വനഅതഖിദു, ഇനി നമ്മൾ വിശ്വസിക്കുന്നു, അന്ന ഖൈറൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ ഉന്നതർ, ബഅദ നബിയിഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് ശേഷം ഈ സമുദായത്തിലെ ഉന്നതർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരാണ്. ഖലീഫത്തുഹു, നബിയുടെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ ഉമർ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. ഉസ്മാനു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അലിയുൻ, പിന്നെ അലി റളിയല്ലാഹു അൻഹു. ഉമറാഉൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ. ഇങ്ങനെയുള്ളതായ ക്രമപ്രകാരമാണ് ഇവരുടെ സ്റ്റാൻഡേർഡുകൾ. ലാ ലിഇത്ബാഖി സലഫി അലാ ഖിയറതിഹിം ഇൻദല്ലാഹി അലാ ഹാദ തർതീബി, ഇവിടെ നമ്മൾ പറഞ്ഞ അതേ ക്രമത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്കുള്ളതായ സ്ഥാനം ഇങ്ങനെയാ, ഇവരുടെ ശ്രേഷ്ഠതകളും ഇവരുടെ നന്മകളും ഇങ്ങനെയാണ് എന്നതിന്റെ മേൽ സലഫ് യോജിച്ചു വന്നു. ആ നിലപാടിലൂടെയാണ് മുസന്നിഫ് ഇവിടെ ചർച്ച ചെയ്തത്. കാലത്തി ഷിയത്തു, ഇവിടെ ഷിയാക്കൾ എന്ന് പറയുന്ന മറ്റൊരു കക്ഷി വരുന്നു. ഇപ്പൊ ഗഫീറു മിനൽ മുഅ്തസിലത്തി, മുഅ്തസിലത്ത് നിന്ന് അധിക ആളുകളും കൂടിയുള്ള വർത്താനം ഇവിടെ ഉണ്ട്. അൽ അഫ്ളലു ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിതങ്ങൾക്ക് ശേഷം അഫ്ളലായി വരേണ്ട ആള് അലിയുൻ, അലിയാർ തങ്ങളാണ് എന്നൊരു വാദം ഇവിടെ ഉണ്ട്. ഈ വാദം സുന്നത്തി ജമാഅത്തിന് എതിരാണ്, അത് നമ്മൾ സ്വീകരിക്കില്ല. എന്നിട്ടോ ഇങ്ങനെയൊക്കെയാണ് ഒരു പരിപാടി. എങ്കിൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫത്തു എന്ന് പറഞ്ഞു, പിന്നെ ഉമറു ഉസ്മാനു അലി ഉമറാഉൽ മുഅ്മിനീൻ എന്നും പറഞ്ഞു. വമയ്യസഹുൽ മുസന്നിഫു, മുസന്നിഫ് അവറുകൾ ഈ പറഞ്ഞ ഖലീഫമാരെ വകതിരിച്ചു. അം മുശാരിക്കീഹിം ബി അസ്മായിഹിം, അവർക്ക് വരുന്ന പേരുകൾ മറ്റുള്ള പേരുകൾ വരാലോ, ഇതുപോലുള്ള പേര് മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. അപ്പോ ഈ 4 ഖലീഫമാരുടെ പേരുകളിൽ കൂറായി ആരൊക്കെ വരുന്നുണ്ടോ അത്തരം കൂറായി വരുന്ന ആൾക്കാരെയും തൊട്ടിട്ട് മുസന്നിഫ് അവറുകൾ ഇവിടെ വകതിരിച്ചു തന്നു, പേര് വ്യക്തമാക്കിയിട്ട്. എന്തുകൊണ്ട്?
ബിമാകാനു യുദ്അഊന ബിഹി, അവരെ ഏതൊന്നുകൊണ്ടാണോ വിളിക്കപ്പെടുന്നതെങ്കിൽ ആ നിലപാട് വെച്ചിട്ട് അതേ നിലപാട് കൊണ്ടാണ് ഇവിടെ ഈ മുസന്നിഫ് ആ കൂറാവുന്ന ആൾക്കാരൊക്കെ വകതിരിച്ചിട്ട് ഇവർ തരിച്ചു നിർത്തിയത്. അപ്പൊ വക്കാന യുദ്അ അബൂബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ വിളിക്കപ്പെടുക ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നല്ലേ. അതുകൊണ്ടാണ് ഖലീഫത്തു എന്ന് പറഞ്ഞത്. ഞാൻ പേരില് അബൂബക്കർ എത്ര വന്നാലും ശരി, ഈ പേരില് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ മാത്രമുള്ള ഖലീഫായിട്ടുള്ളത്. എന്താ ഖലീഫ എന്ന് വെക്കാൻ കാരണം അന്നഹു ഖലഫുഹു ഫി അംരി റഇയ്യത്തി, ഭരണത്തിന്റെ കാരണത്തിലൊക്കെ, ഭരണയുടെ കാര്യത്തിലൊക്കെ നബി തങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആളാണ് അബൂബക്കർ തങ്ങൾ. എന്തോടൊപ്പം തന്നെ മാ അന്നഹു ഇസ്തഖലഹു ലിസ്വലാത്തി ബിന്നാസി ഫീ മറളി വഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ മരിക്കേണ്ട രോഗമുണ്ടായല്ലോ, ആ വഫാത്തിന്റെ രോഗത്തിൽ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുവാൻ വേണ്ടി നബിക്ക് പകരമായി നിർത്തിയ ആള് ആരായിരുന്നു? ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ നബിക്ക് ശേഷവും ഭരണത്തിന്റെ കാര്യത്തിൽ നബിന്റെ സാക്ഷാൽ പ്രതിനിധി ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് ഖലഫു എന്ന് വന്നപ്പോ ഖലീഫത്തു എന്നിട്ടത്. കമാ റവാഹു ശൈഖാനി, ഈ സംഭവം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുപോലെ. ഇനി യുദ്അ കുല്ലും മിന സലാസത്തി അമീറുൽ മുഅ്മിനീൻ, പിന്നെ ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, ഇവർക്കുള്ള പേര് അമീർ അമീർ അമീറുൽ മുഅ്മിനീൻ എന്നാ വിളിക്കുക. അതുകൊണ്ടാണ് അവർക്കൊക്കെ പാടെ ഉമറാഉൽ മുഅ്മിൻ. അപ്പൊ ഇതേ പേരിൽ ആര് വന്നാലും ഇങ്ങനെയുള്ള സ്ഥാനപ്പേര് നോക്കുമ്പോൾ ഇവരല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് വകതിരിച്ച് മുസന്നിഫ് അങ്ങനെ ഇട്ടത്. പിന്നെ ബറാഅത്ത ആയിഷത്ത റളിയല്ലാഹു അൻഹ, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒഴിവാണ്. അത് നമ്മൾ വിശ്വസിക്കണം. മിൻ കുല്ലി മാ ഖുദിബത് ബിഹി, മഹദിയെ കുറിച്ച് എന്തൊക്കെയോ ആരോപണം ഉണ്ടായിരുന്നു. അത്തരം ആരോപണങ്ങൾ തൊട്ടെല്ലാം മഹദി ശുദ്ധവതിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വെറുതെ പറയുകയല്ല. ലിനുസൂലിൽ ഖുർആനി ബി ബറാഅതിഹ, മഹദി അവറുകൾ അത്തരം കാര്യങ്ങൾ തൊട്ടൊക്കെ ഒഴിവാണ് എന്നും ശുദ്ധവതിയാണ് എന്നും വിശുദ്ധ ഖുർആൻ തന്നെ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറയുന്നു ആയത്ത്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി അൽ ആയ, ഒരുപാട് ആയത്തുകൾ മഹദിയെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ആ ആയത്തിൽ കാണാം. അതുകൊണ്ട് മഹദി അവർക്ക് ഒരു അത്ര ന്യൂനതകളൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. പിന്നെ നമുക്ക് ചർച്ച, സ്വഹാബാക്കൾക്കിടയിൽ തർക്കങ്ങളും മറ്റുള്ളൊക്കെ നടന്നിട്ടുണ്ട്. വനുംസികു അമ്മാ ജറാ ബൈന സ്വഹാബതി, സ്വഹാബാക്കൾക്കിടയിൽ നടന്നതായിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഒരു വ്യാഖ്യാനം നൽകൂല. നമ്മൾ നല്ലതേ പറയും, പിടിച്ചു നിൽക്കും. മിനൽ മുനാസഅതി വൽ മുഹാറബാതി അല്ലതി ഖുതില ബിസബബിഹാ കസീറുൻ മിൻഹും, തർക്കങ്ങൾ നടന്നിട്ടുണ്ട്, അവർക്കിടയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, യുദ്ധകാരണമായിട്ട് സ്വഹാബാക്കൾ അധിക പേരും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കും, നിൽക്കും. ഫതിൽക ദിമാഉൻ, അപ്പോൾ ആ രക്തങ്ങളൊക്കെ തൊക്കറല്ലാഹു മിൻഹ, ആ രക്തങ്ങളെ തൊട്ട് ഐദിയന, നമ്മുടെ കൈകളെ അല്ലാഹു തആല ശുദ്ധമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫലാ നുലവ്വിസ് ബിഹ അൽസിനതന, ആ രക്തങ്ങളെ കൊണ്ട് നമ്മുടെ നാവുകളെ നമ്മൾ പുരട്ടി അശുദ്ധമാക്കാൻ നിൽക്കണ്ട. അപ്പൊ അവരെ കുറിച്ച് അഭിപ്രായപ്പെടേണ്ടതില്ല, നല്ലതല്ലാതെ. വനറൽ കുല്ല മഅജൂരീന, ആ സ്വഹാബാക്കൾ മുഴുവനും കൂലി നൽകപ്പെട്ടവരാണെന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നു. ഫീദാലിക്ക, അവർ നടന്ന തർക്കങ്ങളിലും യുദ്ധങ്ങളിലും. എന്തുകൊണ്ട്? അന്നഹു നിശ്ചയമായിട്ടും കാര്യം അബിനിയുൻ, അതൊക്കെ അറിൽ ഇജ്തിഹാദി ഫീ മസ്അലത്തുൻ വന്നിയ, വന്നിയായിരിക്കുന്നൊരു മസ്അലയല്ലേ. അത്തരം മസ്അലകളിൽ ഗവേഷണം ചെയ്യുവാൻ അവർക്ക് കഴിയുമല്ലോ. ആ ഗവേഷണ പ്രകാരമാണ് ഇതൊക്കെ അവർക്ക് വന്നത്. അപ്പൊ ആ ഗവേഷണത്തിന് മേൽ എടുക്കപ്പെട്ടത് കൊണ്ട് അവർക്ക് കൂലിയുണ്ടെന്ന് വെക്കാം. ലിൽ മുസ്ലിമി ഫീഹ, അത്തരം മസ്അലയിൽ ഗവേഷണം ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ആരാണോ നേടിയതെങ്കിൽ ആ നേടിയവർക്ക് അജ്റാനി, 2 കൂലിയ. അലജിത്തിഹാദിഹി വ ഇസാബത്തിഹി, സത്യം എത്തിച്ചതുകൊണ്ടും ഇജ്തിഹാദ് ചെയ്തു എന്നതിന്റെ പേരിൽ 2 കൂലി. ഒൽ മുഖ്തിഹി, ഇജ്തിഹാദിൽ പയച്ചവർക്ക് അജ്റുൻ അലജിത്തിഹാദിഹി, ഗവേഷണം ചെയ്തതിന്റെ മേൽ കൂലിയുണ്ട്. കമാ സബത്ത ഫി ഹദീസ് സ്വഹീഹൈനി, ഈ സംഭവം സ്വഹീഹായ ബുഖാരി മുസ്ലിമിൽ ഹദീസ് ഉണ്ട്, അതിൽ സ്ഥിരപ്പെട്ടതാണ്. എന്ത്? അന്നൽ ഹാക്കിമ, ഒരു വിധികർത്താവ്, ഇദ്ജിതഹദ, ഗവേഷണം ചെയ്തു, ഫഅസാബ, യഥാർത്ഥത്തെ എത്തിക്കുകയും ചെയ്താൽ, ഫലഹു അജ്റാനി, അയാൾക്ക് 2 കൂലിയുണ്ട്. വഇദ്ജിതഹദ, ഗവേഷണത്തിൽ പയച്ചാലോ, ഫഅഖത, ഗവേഷണം ചെയ്ത് പയച്ചാൽ, ഫലഹു അജ്റുൻ, ഒരു കൂലിയുമുണ്ട്. ആ ഒരു അഭിപ്രായമേ നമുക്ക് ഈ സ്വഹാബാക്കളെ കുറിച്ച് പറയാനുള്ളൂ, അല്ലാതെ മറ്റൊന്നും പറയാനില്ല. വനറ, നമ്മൾ അഭിപ്രായപ്പെടുന്നു, കാണുന്നു, ഉറപ്പിക്കുന്നു, അന്ന ഷാഫിഇയ്യ, നിശ്ചയമാണ് ഷാഫിയും ഇമാമന, നമ്മുടെ ഇമാമായി ഇമാം ഷാഫി അവറുകൾ, മാലിക്കൻ ഷെയ്ഖഹു, ഇമാം ഷാഫിയുടെ ഷെയ്ഖായ മാലിക് റളിയല്ലാഹു അൻഹു,
അബൂ ഹനീഫത്ത ഇമാം അബൂ ഹനീഫ തങ്ങള് സുഫിയാനി സൗരി സുഫിയാൻ ബിൻ ഉയൈന ഈ രണ്ട് സുഫിയാൻമാരെയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഔസാഇ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈ തങ്ങള് ദാവൂദ് അൽ-ലാഹിരിയ റളിയല്ലാഹു അൻഹു വസായിറ അഇമ്മത്തുൽ മുസ്ലിമീന ബാഖീഹിം മുസ്ലിങ്ങളുടെ ഈ പേര് പറയപ്പെടാത്ത മറ്റ് ഇമാമികളൊക്കെയും അലാഹുദം മിർ റബ്ബിയും അവർക്ക് അവരുടെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് സന്മാർഗത്തിന്റെ മേലാണ് എന്ന് പറഞ്ഞാൽ ഫിൽ അഖായിദി വ ഗൈരിഹ വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടൊക്കെ അവർ എല്ലാവരും യഥാർത്ഥത്തിന്റെ മേലിലാണ്. ഇത്തരം ഇമാമികളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടാവാം. ആ ആക്ഷേപങ്ങളെ തൊട്ടൊക്കെ ഈ മഹാന്മാരൊക്കെ പരിശുദ്ധന്മാരായിരിക്കെ അവരെ കുറിച്ച് ആക്ഷേപിച്ച കാര്യങ്ങളിലൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല. ആക്ഷേപിക്കുന്ന ആളുകൾക്കൊക്കെ ആക്ഷേപം നടത്തിക്കോട്ടെ, സുന്നത്തെ ജമാഅത്ത് അത് വകവെക്കുന്നില്ല. ഈ മഹാരഥന്മാരൊക്കെ അക്കിന്റെ അഖിലുകാരാണ്. ഇനി നമുക്കിവിടെ ഒരു ചർച്ച ഖാറൽ മുസന്നിഫ് അവറുകൾ പറയുന്നു ഖൗലു ഇമാമിൽ ഹറമൈനി ഇമാം ഹറമൈനി തങ്ങളുടെ വാക്ക് എന്ത്? ഇന്നൽ മുഹഖിഖീന നിശ്ചയമായിട്ടും തഹ്ഖീഖിന്റെ ഉടമകള് ലാ യുഖീമൂന ലിൽ ലാഹിരിയത്തി വസ്നൻ ലാഹിരിയായ മദ്ഹബിന്റെ അഖിലുകാരാണ് ദാവൂദ് ഇമാമിനെ പോലത്തെ ആളുകൾ. ഇത്തരം ലാഹിരിയാക്കൾക്ക് ഒരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല. അന്ന ഖിലാഫഹും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ലാ യുഅ്തബറു അത് പരിഗണിക്കപ്പെടുകയും ഇല്ല എന്ന ഇമാമുൽ ഹറമൈനി തങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് മഹ്മിലുഹു അതിനെ ചുമത്തേണ്ടത് എന്റെ അടുക്കൽ ഇബ്നു ഹസ്ം അത് ഇബ്നു ഹസ്മിനെ കുറിച്ചും അംസാലു അതുപോലത്തെ ആൾക്കാരെ കുറിച്ചുമാണ്. അല്ലാതെ ഇമാമുൽ ഹറമൈനി ദാവൂദുൽ ലാഹിരിയെ പോലത്തെ കുറിച്ച് പറഞ്ഞതല്ല. അത് പറയാൻ സാധ്യതയില്ല. അമ്മ ദാവൂദ് അപ്പോൾ ലാഹിരിയ മദ്ഹബിന്റെ നേതാവാണല്ലോ ദാവൂദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനെ കാവൽ ചോദിക്കുകയാണ്. എന്ത്? അയ്യഖൂല ഇമാമുൽ ഹറമൈനി ഇമാം ഹറമൈനി തങ്ങൾ പറയല് ഔ വൈറുഹു അല്ലെങ്കിൽ ഇമാം അവറുകൾ അല്ലാത്തവര് പറയല് എന്ത്? അന്ന ഖിലാഫഹു നിശ്ചയമായിട്ടും ദാവൂദ് ലാഹിരിയുടെ അഭിപ്രായങ്ങള് ലാ യുഅ്തബറു അത് പരിഗണിക്കപ്പെടുകയില്ല എന്നത് പറയുക എന്നുള്ളത് വല്ലാത്തൊരു ആപത്താണത്. മഹാനവറുകൾ പറയൂല. ഫലഖദ് കാന ജബലൻ നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ടവർ വലിയൊരു പർവ്വതം തന്നെയായിരിക്കുന്നു. മിൻ ജിബാൽ ഇൽമി വദ്ദീൻ ദീനിലും ഇൽമിന്റെയും ഒക്കെ പർവ്വതങ്ങളെ കൂട്ടത്തിൽപ്പെട്ടൊരു പർവ്വതമാണ് ബഹുമാനപ്പെട്ട ദാവൂദ് ലാഹിർ എന്ന് പറയുന്ന ആൾ. ലഹു അദ്ദേഹത്തിനുണ്ട് മിൻ സിദാദിൻ നളർ അദ്ദേഹത്തിനുണ്ട് മിൻ സിദാദിൻ നളരി വസഅത്തിൽ ഇൽം വനൂറുൽ ബസീറ വൽഇഹാദത്തി ബിഅഖ്വാലി സ്വഹാബത്തി വത്താബിഈന വൽഖുദ്റത്തി അൽ ഇസ്തിംബാത്തി ഇസ്തിംബാത്തിന്റെ മേൽ അഥവാ ഗവേഷണം ചെയ്യാൻ മേലുള്ള കഴിവ് പൂർവികന്മാരായ സ്വഹാബാക്കള് അവരെ പിൻപറ്റി ജീവിച്ച താബികൾ അവരുടെ മൊഴികളെ കൊണ്ട് ചുറ്ററിയുവാനും നല്ല ഉത്ബോധ പ്രഭ കൊണ്ടും വിജ്ഞാനത്തിന്റെ വിശാലത കൊണ്ടും നല്ലോണം നല്ല രൂപത്തിൽ തന്നെ ആലോചിക്കുവാനുമുള്ള കഴിവിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ കൊണ്ട് എന്താണോ മഹാനവറുകൾക്ക് സംഭവിക്കുന്ന ബഹുമാനപ്പെട്ട വല്യമായ കാര്യങ്ങളൊക്കെ മഹാനവറുകൾക്കുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ കുറിച്ചല്ല ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞതെന്ന് വെക്കണം. വഖദ് ദുവ്വിനതു കുതുബുഹു ദാവൂദ് ലാഹിരിയുടെ കിതാബുകൾ ഏടാക്കപ്പെട്ടിട്ടുണ്ട്. വഗഫറത്ത് അത്ബഅഹു മൂപ്പരോട് അനുഗമിച്ച പിൻഗാമികൾ അധികമായി ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു മഹാനെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി തങ്ങൾ നടത്തൂല എന്നുള്ളതാണ് നമ്മുടെ മുസന്നിഫ് അവർ പറയുന്നത്. വദക്കറു ശൈഖ് അബൂ ഇസ്ഹാഖ് ശിറാസി ബഹുമാനപ്പെട്ടവർ ഫി തബഖാതിഹി മിനൽ അഇമ്മത്തിൽ മത്ബൂഈന ഈ ബഹുമാനപ്പെട്ടവർ തന്റെ തബഖാത്തിലെ ദാവൂദ് ലാഹിരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആറ് കൂട്ടത്തില് മിനൽ അഇമ്മത്തിൽ മത്ബൂഈന ഫിൽ ഫുറൂഇ ശാഖാപരമായ മസ്അലകളിലൊക്കെ തുടരാൻ പറ്റുന്ന ഇമാമിൽ പാടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ദാവൂദ് ലാഹിരി എന്നും അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. വഖദ് കാന മഷ്ഹൂറൻ ഫി സമനി ശൈഖി ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ടവരാണ് മഹാനവറുകൾ. വബഅദഹു ആ ഷെയ്ഖ് കഴിഞ്ഞതിന് ശേഷവും ബികസീർ അനേകം
കാര്യങ്ങളെ കൊണ്ട് മഷൂറായി നിൽക്കുന്ന ആളാണ് ദാവൂദ് ലാഹിരി. ലാസിയമ പ്രത്യേകിച്ചും ബിബിലാദി ഫാരിസ സിറാസ് എന്ന് പറയുന്ന പേർഷ്യൻ നാടുകളിലൊക്കെ ഒമാ വാലാഹ ആ സിറാസ് എന്നാണ് ചുറ്റിപ്പറ്റിക്കുന്ന മറ്റു ഭാഗങ്ങളിലൊക്കെ ഇലാ നഹിയത്തിൽ ഇറാഖിന്റെ ഭാഗങ്ങൾ വരെ വബിബിലാദിൽ മഗ്രിബ് പടിഞ്ഞാറ് നാടുകളിലും വരെ പേര് കേട്ട മഹാനവറുകളാണ് ഈ ദാവൂദ് ലാഹിരി എന്ന് പറയുന്ന മഹാൻ. ആ മഹാനെ കുറിച്ചുകൊണ്ട് അവരുടെയൊന്നും അഭിപ്രായം മാനിക്കപ്പെടൂല എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറയാനുള്ളത് വലിയ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് പറയൂല. അപ്പൊ അതുകൊണ്ട് ഇമാമുൽ ഹറമൈനി അങ്ങനെ മുഹക്കിക്കീങ്ങള് എന്താവുക, ദാവൂദ് ലാഹിരിയാക്കൾക്ക് നിലവിലും കൽപ്പിക്കൂല, അവരുടെ അഭിപ്രായങ്ങളൊന്നും വകവെക്കപ്പെടൂല എന്ന് പറയുന്നത് ഇബ്നു ഹസ്ം പോലത്തെ മൊത്തംവാദക്കാരെ കുറിച്ചാണത്. വെക്കണം. ഇൻഷാ അല്ലാഹ് ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നാളെ തുടരാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.